യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. വീട്ടിലേക്ക് എന്തെങ്കിലും കാര്യമായിട്ട് മേടിക്കണ്ടേ ഭാവന? ഒന്നും വേണ്ട സൂര്യ, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ വല്ല ഫ്രൂട്ട്സ് എന്തെങ്കിലും മേടിക്കാം. സൂര്യ വല്യച്ഛനാണല്ലോ. വല്യച്ഛനിപ്പോ ലൈവായിട്ടൊക്കെ വിളിക്കോ? ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും. വലിച്ച എന്താ ഭാവനെ, ഇവിടെ ഇപ്പോ നല്ലൊരു തുകയായിട്ടുണ്ട്. ബില്ല് കൊണ്ടുവന്നു. 3.5 ലക്ഷം രൂപയായി. വലിച്ച അങ്ങനെയുള്ള ഇഞ്ചക്ഷൻ ആയിരിക്കും വല്യമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടാവുക. അതേ ഭാവനെ, പക്ഷെ കാശ് അത്രയും കയ്യിലില്ല. നാളെ അടയ്ക്കാൻ കണക്കിന് ഭാവനെ ഒന്ന് വിളിച്ച് പറയണം. വലിച്ച ഫോൺ വെക്ക്, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം. എന്നിട്ട് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ആ ശരി ഭാവനെ. ബില്ലടയ്ക്കാൻ ക്യാഷില്ല, നാളെ അടയ്ക്കാന്ന് ഞാൻ ആ MD യോടൊന്ന് വിളിച്ചു പറയാം. തന്റെ വല്യച്ഛന്റെ കയ്യിൽ കാശില്ലെന്നോ? ഞാൻ വിശ്വസിക്കില്ല. പേരും കള്ളനായാള്. കാശ് കാണില്ല സൂര്യ, ഇല്ലെങ്കിൽ എന്നെ ഒരിക്കലും വിളിച്ചു പറയില്ല. എന്നിട്ടിപ്പോ താനെന്ത് ചെയ്യാൻ പോകുന്നു? വിളിച്ചു പറയാൻ പോകുന്നു? നമുക്കൊന്ന് അതുവരെ പോയിട്ട് വീട്ടിലേക്ക് പോവാം. എന്താ? തനിക്ക് വേറെ ഒരു പണിയുമില്ലേ? ഒന്ന് പോവാൻ സൂര്യ, മനുഷ്യന്റെ കാര്യമല്ലേ. തന്റെ ഒരു കാര്യം. തനിക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ഭാവന? ശത്രുവായാലും ഒരു കൈ സഹായത്തിന് വിളിച്ചാ പറ്റില്ലെന്ന് എങ്ങനെയാ പറയാ സൂര്യ? എത്ര അനുഭവിച്ചാലും താൻ പഠിക്കില്ലല്ലോ. വാ, അവിടെ വല്യമ്മ കിടക്കുന്നു. ആ നടക്കും. വല്യമ്മ വല്യമ്മ, അയ്യോ വല്യമ്മ, 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 ഇത് എന്താ പറ്റേ? എന്താ സൂര്യ, ഒന്ന് പിടിച്ചേ. വല്യമ്മ പതുക്കെ, സൂര്യ ഒന്ന് ഹെൽപ്പ് ചെയ്യ. പതുക്കെ 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 അങ്ങോട്ട് കിടത്ത കിടത്ത. വല്യമ്മ, ഇതെങ്ങനെ പറ്റിയ വല്യമ്മേ? ഒന്ന് നടക്കാൻ നോക്കിയതാ ഭാവന. ഭാവന വന്നോ? വല്യമ്മ നിലത്ത് വീണ് കിടക്കുമായിരുന്നു. അയ്യോ, അതെങ്ങനെ പറ്റി ജാനകി? ഞാനൊന്ന് നടക്കാൻ നോക്കിയതാ പാപ്പേട്ടാ. എന്താ ജാനകി, ഡോക്ടർ പറഞ്ഞല്ലേ റെസ്റ്റ് എടുക്കണമെന്ന്? വല്യമ്മ, നല്ല എഫക്റ്റ് ഉള്ള ഇഞ്ചക്ഷനാ വല്യമ്മയ്ക്ക് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ബെഡ് റെസ്റ്റ് വേണം, എന്നാലേ ഭേദമാവുള്ളൂ. വെറുതെ തന്നിഷ്ടം കാണിച്ച് ഒന്നിനെ ഇരട്ടിയാക്കി വെക്കല്ലേ ജാനകി. ഞാൻ ഓർത്തില്ല പാപ്പേട്ടാ, സോറി. സൂക്ഷിച്ചാ നിനക്ക് തന്നെ കൊള്ളാം. വലിച്ച, ഞാൻ MD കാണാൻ പോവാ. വലിച്ചന് എപ്പോ ബില്ലടയ്ക്കാൻ പറ്റും? നാളെ അടയ്ക്കാൻ ഭാവനെ. ഇപ്പൊ തന്നെ ഞാൻ ഒരാളെ കാണാൻ പോകുന്നുണ്ട്. എന്താ ഇതുപോലുള്ള ഹോസ്പിറ്റലിൽ കാശ് കൂടുതലാവുമെന്ന് അറിയില്ലായിരുന്നു. ഒരു പറ്റിപ്പോയതാ സൂര്യ. അധിക ലാഭം നോക്കി കുറച്ച് കാശ് ഒരിടത്ത് ഡെപ്പോസിറ്റ് ചെയ്തു. ഇപ്പോ കമ്പനി പൊളിഞ്ഞു. പ്രതീക്ഷിനെ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. അതുകൊണ്ടാ ഭാവന ഒന്ന് വിളിച്ചത്. പല്ലവിയും വന്നില്ലേ വല്യമ്മേ? അവള് എന്താ ജോലിക്കാര്യത്തിനുള്ള ഓട്ടത്തില, ഇടയ്ക്ക് വരും. കള്ളം പറയല്ലേ വല്യമ്മേ. എന്തായാലും ഈ സമയത്ത് മക്കളാരും അടുത്തില്ലാത്തത് കഷ്ടമായിപ്പോയി. വലിച്ച വിഷമിക്കാൻ പറഞ്ഞതല്ല, ഞാൻ MD യോട് പറയാം. നാളെ വലിച്ചൻ കാശടച്ചാൽ മതി, എന്നാലേ ഇവിടെ തുടർ ചികിത്സ കിട്ടുള്ളൂ. ശരി ഭാവനെ. എന്നാ പിന്നെ പോയാലോ സൂര്യ?
വല്യമ്മ, ഞാൻ ആനിനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവളെല്ലാം നോക്കിക്കോളും. ഇഞ്ചക്ഷന്റെ കാര്യമൊക്കെ ആന എന്നോട് വിളിച്ചു പറഞ്ഞത്. നിനക്ക് ഞങ്ങളോട് ഒട്ടും ദേഷ്യമില്ലേ ഭാവന? ദേഷ്യം എന്തിനാ? എന്റെ മുമ്പില് വല്യമ്മ ഇപ്പൊ ഒരു പേഷ്യന്റ്. പിന്നെ വല്യച്ഛൻ വിളിച്ചപ്പോ വന്നത് ഉള്ളിൽ അല്പം മനുഷ്യത്വം ഉള്ളതുകൊണ്ട്. അതെനിക്ക് അച്ഛനിൽ നിന്ന് കിട്ടിയതാ, ഒരിക്കലും മാറില്ല. എന്തായാലും കാശടയ്ക്കാൻ വല്യച്ഛനോട് ആരും പറയില്ല. കിട്ടിയാൽ ഉടൻ വല്യച്ഛൻ അടച്ചേക്കണേ. ഒരു കൈ സഹായത്തിന് പോലും ആരുമില്ല ഭാവന. പെട്ടെന്നൊന്ന് പുറത്തു പോകാൻ പോലും പറ്റുന്നില്ല. ഇവിടെ സിസ്റ്റർമാരുണ്ടല്ലോ, അവര് നോക്കിക്കോളും. ആനിനോട് എന്ത് കാര്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി, അവള് ഹെൽപ്പ് ചെയ്യും. ഭാവന, ഇനിയും താമസിക്കണ്ട. വാ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ വല്യച്ഛ. വല്യമ്മ, ശരി. കണ്ടില്ലേ ജാനകി, നമ്മുടെ മക്കളെ വിളിച്ചിട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഭാവന വിളിച്ച ഉടനെ വന്നത് കണ്ടോ? അതെ പാപ്പേട്ട, നമ്മളവളെ ഏതൊക്കെ രീതിയിൽ ദ്രോഹിച്ചു, എന്നിട്ടും അതൊന്നും മനസ്സിൽ വെക്കാതെ അവള് വന്നില്ലേ? പാപ്പേട്ട, കാശിനെന്ത് ചെയ്യും? അതിനെന്തെങ്കിലും ഒരു വഴി കാണാൻ ജാനകി. ഞാൻ പോയി രാമഭദ്രനെ ഒന്ന് കണ്ടിട്ട് വരാം, അല്ലെങ്കിൽ ആകെ കുഴപ്പമാവും. ശരി പാപ്പേട്ട. ഞാൻ പോയിട്ട് ഉടനെ വരാം. ഇനി എണീറ്റ് നടക്കാനൊന്നും ശ്രമിക്കല്ലേ. ഇല്ല. പ്രതാപ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അറിയാലോ, ഒന്നും രണ്ടും കാശല്ല, 60 ലക്ഷം രൂപയാ നിന്നെ വിശ്വസിച്ച് ഞാൻ കൊടുത്തത്. അതുകൊണ്ട് ഈ ആഴ്ച തന്നെ വ്യക്തമായൊരു തീരുമാനം ഉണ്ടാവണം. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ആ, അപ്പൊ പറഞ്ഞ പോലെ ഞാൻ നാളെ വിളിക്കാം. ആ വിജയപത്മ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം അതിനൊരു നീക്കുപോക്കുണ്ടാക്കണ്ടേ? രാമഭദ്ര, നീ കുറച്ചുകൂടി സമയം എനിക്ക് തന്നേ പറ്റൂ. ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ലോ, പെട്ടുപോയതല്ലേ. അതൊന്നും എനിക്കറിയണ്ട. ഞാനും എൻ്റെ ഫ്രണ്ട്സും തന്നെ വിശ്വസിച്ചാ കാശ് കൊണ്ടിട്ടത്. അതുകൊണ്ട് ഈ കാശിന് താൻ സമാധാനം പറഞ്ഞേ പറ്റൂ. അറിയാലോ, 1-2 രൂപയല്ല, 4-4.5 കോടി രൂപ പോയി നിൽക്കുക. അവനൊക്കെ പക്ക ഉടായിപ്പാ വിജയപത്മ. നമ്മളൊന്നും തിരക്കാതെ കാശ് കൊണ്ടിട്ടതാ മണ്ടത്തരായത്. എന്റെയും കുറെ കാശ് പോയി രാമഭദ്ര. പോയത് പോട്ടേന്ന് വെക്കാൻ എന്തായാലും ഞങ്ങളെ കിട്ടില്ല. എത്രയും വേഗം കൃത്യമായ മറുപടി തരണം. എന്ന് കാശ് തരുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ശരി രാമഭദ്ര, ഞാൻ എന്താ വേണ്ടതെന്ന് നോക്കട്ടെ. പിന്നൊരു കാര്യം, വിജയപത്മൻ ഒപ്പിട്ട് തന്ന മുദ്രപത്രം എന്റെ കൈവശം ഇരിപ്പുണ്ട്. ഈ വിവരം ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. എന്നെ വിശ്വസിച്ച് കാശ് തന്നവർ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുമ്പോൾ എനിക്ക് തന്നെ വിളിക്കാനല്ലേ പറ്റൂ. പക്ഷെ താനപ്പോ ഫോൺ എടുത്തില്ല. മനഃപൂർവ്വം എടുക്കാത്തതല്ല രാമഭദ്ര, ഞാൻ പറഞ്ഞല്ലോ, വൈഫ് ഹോസ്പിറ്റലിലാ. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം. എന്നാ ശരി, നമുക്ക് കാണാം വിജയപത്മ. ഈശ്വര, ഈ രാമഭദ്രന് മാത്രം നല്ലൊരു തുക കൊടുക്കാനുണ്ട്. അതിനൊക്കെ എന്ത് സമാധാനമോ പറയേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. മായേ, നീ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്ക്. അല്ല, അവരെന്താ ഇത്ര ലേറ്റ് ആന്ന്? നീ ഒന്ന് വിളിച്ചു നോക്കി. വിളിക്കണ്ട, രാവിലെ വരൂന്നാ പറഞ്ഞേ. ഏട്ടാ, അവരെത്തിയെന്ന് തോന്നുന്നു. ഞാനിത് കൊണ്ട് വെച്ചിട്ട് വരാം. അമ്മേ, അവരെത്തി കേട്ടോ. സൂര്യ, വാ. വാ ഏട്ടാ, മോളെ.
പിടിച്ചോ പിടിച്ചേ. ഭാമേ മോളെവിടെ ചേട്ടാ അകത്തുണ്ട്. ചേച്ചി അരുന്നതി സുഖായിരിക്കുന്നു. അതെ, ഇങ്ങ് വാ, ചോദിക്കട്ടെ. പിന്നെ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? എപ്പോഴും പോലെ തന്നെ. നീങ്ങ് വാ. പുതിയ സാരിയ? അയ്യേ ഉം. അല്ല നിങ്ങളെന്താ ഇത്ര താമസിച്ച്? നേരത്തെ വരുമെന്ന് പറഞ്ഞാണല്ലോ. അതിനുള്ള ഉത്തരവാദി ഞാനല്ല, ഭാവനയോട് ചോദിക്കാം. എന്താ മോളെ? അമ്മ വരുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കയറേണ്ടി വന്നു. വല്യമ്മ ഒന്ന് കാണാൻ.